ഒന്ന് കോളേജ് വരെ പോയാലോ? അപ്പം എന്തായാലും പറഞ്ഞൊക്കെ തെറ്റിപ്പോയി. ഒന്നല്ലല്ലോ കോളേജിൽ പോവുക, എന്നും കോളേജിൽ പോവല്ലേ. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഈ ഫ്രെയിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നടന്ന് ഞാൻ സ്റ്റോപ്പ് എത്താനായി. ഇത് അവിടുത്തെ പുഴയാണ് കേട്ടോ, പുഴയല്ല തോട്. പിന്നെ കോളേജ് ബസ് വന്നു. ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. 1.5 മണിക്കൂറത്തെ ട്രാവലിംഗ് ആയതുകൊണ്ട് നല്ലോണം ഉറങ്ങും. കോളേജ് എത്തിയപ്പോഴേക്കും മഴ ആയതുകൊണ്ട് തണുക്കാൻ തുടങ്ങി. പിന്നെ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സ് വരുന്നതുകൊണ്ട് ഇനോഗ്രേഷൻ ഡേക്ക് വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ ഇത്. ഡാൻസ് വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡാൻസ് എല്ലാം കളി കഴിഞ്ഞ് നല്ലോണം വേർത്തു. പിന്നെ കോളേജ് വിട്ട് ബസ് ഇറങ്ങി നടക്കുക കേട്ടോ. വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞാനിങ്ങനെ നടക്കുക. അത്യാവശ്യം മലേൻ്റെ ഒരു അടിവാരത്തായിട്ടാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ നടക്കുന്ന വഴി ഫുള്ള് കാടും മരങ്ങളും മാത്രമാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ എനിക്ക് ലിഫ്റ്റ് തരുന്ന എൻ്റെ അപ്പാപ്പൻ വന്നു. പിന്നെ അപ്പാപ്പനോട് ഞാൻ പറപ്പിച്ച് വിട് പാപ്പാന്ന് പറഞ്ഞപ്പോൾ അപ്പാപ്പൻ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. മിക്ക എല്ലാ ദിവസവും എനിക്ക് ഈ ലിഫ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ വീടെത്തിയിട്ട് ഒരു പുഴുവിനെ പോലും ഞാൻ വെറുതെ വിടില്ല, എല്ലാം ഞാൻ ക്ലിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാറ്റും മഴയായതുകൊണ്ട് വീട്ടിൽ നല്ല ചപ്പ് കൂടിയിട്ടുണ്ട് മുറ്റത്ത്. അതെല്ലാം അടിച്ചൊരു സൈഡാക്കി. ഇതെല്ലാം ഒരു ദിവസത്തെ കുപ്പിയാണ് കേട്ടോ, അല്ലാണ്ട് ഞങ്ങൾ അടിക്കാത്തതിന് കുഴപ്പമൊന്നുമല്ല. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ അടിച്ച് വാരി എന്നുള്ളൊരു പട്ടി ഷോ ആണ്. പിന്നെ ഇതാണ് എൻ്റെ വീട്. പിന്നെ ഞാൻ അടിച്ചു വാരനെ കാണാനായിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇവർ കപ്പിൾസാണ് തോന്നുന്നു ഗൈസ്. എന്താ വെച്ചാൽ സ്ഥിരവും ഇവരിനും ഇവിടെ കാണാറുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിളക്ക് വെച്ചു. ഇനി കുറച്ച് ഭക്തിയൊക്കെ ആവാലേ. പിന്നെ ഞാനിത് കുറി തൊട്ടുനിന്ന് കാണിക്കണം, ചന്ദനത്തിരിയൊക്കെ പിടിച്ചിട്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി, ഫ്രം മൈ ഹാർട്ട്. ഇത്രയ്ക്കുള്ളൂ. ബൈ.